ഓം ശാന്തി. ഒരു കുട്ടി ജന്മനാൽ തന്നെ എല്ലാം പഠിച്ച് അറിഞ്ഞ് ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നില്ല. ലോ ഓഫ് അട്രാക്ഷൻ്റെ വിഷ്വലൈസേഷൻ കണ്ട് അനങ്ങാതിരുന്നത് കൊണ്ട് മാത്രം ഒരാൾക്കൊരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം സ്വന്തം വിഷൻ, സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും അതിൽ നിരന്തരമായി ചെയ്യേണ്ടതായിരിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക തന്നെ ചെയ്യും. ജന്മന എല്ലാ കുട്ടികളും അതീവ ബുദ്ധിശാലികളായിട്ട് മാത്രമല്ല ജനിക്കുന്നത്. ഒരാൾ ബുദ്ധിശാലിയായിട്ട് ജനിച്ചാൽ മാത്രമേ അയാൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ സാധിക്കുള്ളൂ എന്നുണ്ടോ? അതുമില്ല. മാതാപിതാക്കളുടെ ജനിതകപരമായിരിക്കുന്ന ഘടനയുടെ പ്രഭാവം കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. കുറച്ചൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. അതേസമയം തൻ്റെ അധ്വാനം കൊണ്ട് എത്ര വേണമെങ്കിലും, പരിശ്രമം കൊണ്ട്, ബുദ്ധിശക്തിയെ വികസിപ്പിച്ചുകൊണ്ട് എത്ര കൂടുതൽ ബുക്കുകളിലൂടെ കടന്നു പോകുന്നുണ്ടോ, എത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, അനുഭവിയാകുന്നുണ്ടോ, അതിൻ്റെ ആധാരത്തിലൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വികാസം അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും മരണം വരെ ഒരു മനുഷ്യൻ വളർന്നുകൊണ്ടും വലുതായി കൊണ്ടും ഇരിക്കുകയാണ്. ശരീരത്തിൻ്റെ വികാസം ഒരു പരിധി കഴിഞ്ഞാൽ അത് നേരെ താഴോട്ടാണ്. അതേസമയം മനസ്സിൻ്റെ വികാസം, ബുദ്ധിയുടെ വികാസം മരണം വരെ ഒരു മനുഷ്യന് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അത്രയ്ക്കും വിശാലമായിരിക്കുന്ന കഴിവാണ് ഈശ്വരൻ മനുഷ്യന് വരദാനമായിരിക്കുന്ന ബുദ്ധി എന്ന ഒരു ശക്തി കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അതിനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചാലേ പറ്റൂ. ഒരു വണ്ടർഫുൾ ആയിരിക്കുന്ന ഫാക്ടർ നമ്മുടെ ശരീരത്തിൻ്റെ വികാസത്തിൻ്റെ അത് ഡെവലപ്പ് ചെയ്യുകയും വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് പ്രകൃതി ചെയ്തോളും. പക്ഷെ ബുദ്ധിയുടെ വികാസം അത് സ്വയം നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ ഒന്നാമത്തെ പ്രൊഫഷണൽ സ്കിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് പഠിക്കാനുള്ളതായിരിക്കുന്ന താല്പര്യം അഥവാ പഠിക്കാനുള്ളതായിരിക്കുന്ന കല എന്ന് തന്നെയാണ്. ഐസക് ന്യൂട്ടൺ തൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ മന്ദബുദ്ധി ആയതുകൊണ്ടും മറ്റുള്ള കുട്ടികളെടുത്ത് വഴക്കടിച്ചിട്ട് ഒരു കാരണവശാലും ഈ കുട്ടീനെ സ്കൂളിൽ ഞങ്ങൾക്ക് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കുറച്ചു കാലം ആ കുട്ടിക്ക് എല്ലാവരോടും വഴക്കടിക്കുന്ന ശീലം, ബഹളക്കാരനാണ്, പ്രശ്നക്കാരനാണ്. അതുകൊണ്ട് കൃഷിപ്പണി കുറച്ച് നാൾ ചെയ്തു. പക്ഷേ അമ്മയുടെ സമയോചിതമായിരിക്കുന്ന ഇടപെടൽ, അമ്മ പറയുകയാണ്, മകനെ ശരീരത്തിൻ്റെ വികാസം അത് ഭഗവാൻ തന്നെത്താൻ ചെയ്തോളും, പക്ഷെ ബുദ്ധിയുടെ വികാസം അത് പഠിച്ചെടുത്ത അറിവിലൂടെ നീ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പഠിക്കാൻ മകനെ പ്രേരിപ്പിച്ചു. അങ്ങനെ പഠിക്കണം എന്നും ബുദ്ധിയുടെ കല വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുതിയൊരു കുട്ടിയായി വീണ്ടും സ്കൂൾ എഡ്യൂക്കേഷനിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ട്രിനിറ്റി കോളേജിൽ അദ്ദേഹം അഡ്മിഷൻ നേടി. അങ്ങനെ പഠനത്തിലൂടെ തൻ്റെ ബുദ്ധിയെ വികസിപ്പിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നമ്പർ 1 ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായിട്ട് ഐസക് ന്യൂട്ടൺ മാറി. ബുദ്ധിയുടെ വികാസം നമുക്ക് നേടാൻ സാധിക്കും. നിരന്തരമായിരിക്കുന്ന പഠനത്തിലൂടെ ആർക്കും നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അതേസമയം ശരീരത്തിൻ്റെ വികാസം അത് പ്രകൃതി, ഇന്ന് നിങ്ങൾ ഒന്നും തന്നെ അതിന് കൊടുത്തില്ലെങ്കിലും മെലിഞ്ഞിരിക്കാം, ചില വൈകൃതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരിക്കാം, എന്നാലും അതിൻ്റെ വളർച്ച സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതുകൊണ്ട് ബുദ്ധിയുടെ വികാസം ഓരോരുത്തരുടെയും സ്വന്തം ഉത്തരവാദിത്വമാണ്. അതിന് എത്ര നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ, ആ പഠിച്ച കാര്യത്തിന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമോ, അതിൻ്റെ ആധാരത്തിലായിരിക്കും നമുക്കതിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മിനിമം 10 പേജെങ്കിലും വായിക്കുക എന്നൊരു നല്ല ശീലം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അധികം വൈകാതെ ജീവിതത്തിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം അറ്റൻഷൻ മാനേജ്മെൻ്റ് ആണ്. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നത് ആ കാര്യം നേടിയെടുക്കുന്നതിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. വിവേകാനന്ദൻ അങ്ങനെ ചുറ്റിക്കറങ്ങാൻ പോകുന്ന കാലഘട്ടത്തിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ലൈബ്രറി റിലേൻ്റെ അടുത്തായിട്ട് അദ്ദേഹം താമസിച്ചിരുന്നു കുറച്ച് നാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതായിരിക്കുന്ന കുട്ടി ദിവസവും ലൈബ്രറിയിൽ നിന്നൊരു ബുക്ക് എടുക്കും, കൊണ്ടുപോകും. പിറ്റേ ദിവസം ആ ബുക്ക് കൊണ്ടുവച്ച ശേഷം വേറൊരു ബുക്ക് കൊണ്ടുവരും. ഇത് കണ്ടിട്ട് അവിടുത്തെ ലൈബ്രറിയൻ ആകെ അസ്വസ്ഥനായി. അദ്ദേഹം ആ കുട്ടിയോട് പറയുകയാണ്, എന്തിനാണ് നീ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ബുക്ക് എടുത്ത് കൊണ്ടുപോകും പിറ്റേ ദിവസം കൊണ്ടുവയ്ക്കുന്നത്? ബുക്ക് കാണാനാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ ലൈബ്രറിയിലത്തെ എല്ലാ ബുക്സും ഞാൻ നിനക്ക് കാണിച്ചു തരാം, കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ വെച്ച് കണ്ടോളൂ എന്ന് പറയും. അവർ അങ്ങനെയല്ല, എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന വിവേകാനന്ദ സ്വാമിജികൾ അദ്ദേഹം തൻ്റെ എല്ലാ ബുക്സും ഞാൻ കൊണ്ടുപോകുന്ന ബുക്കിനെ പൂർണ്ണമായി വായിച്ച് പഠിച്ച ശേഷമാണ് പിറ്റേ
പിറ്റേ ദിവസം ഞാൻ ആ ബുക്ക് കൊണ്ടുവരുന്നെന്ന് പറയും. അപ്പോൾ ലൈബ്രറിന് അത് വിശ്വാസമായില്ല. അപ്പോൾ പിറ്റേ ദിവസം വിവേകാനന്ദ സ്വാമിജികൾ നേരിട്ട് അവിടെ വന്നു. അദ്ദേഹത്തിന് ആ ബുക്ക് തിരിച്ചു കൊടുക്കുകയും പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഓരോ ബുക്കും നന്നായി വായിച്ച് പഠിച്ച് തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് ആ ബുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അന്ന് കൊണ്ടുപോയ ബുക്കിലുണ്ടായിരുന്ന മുഖ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഈ ലൈബ്രറിയനെ അദ്ദേഹം കേൾപ്പിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ ലൈബ്രറിയൻ ആകെ അത്ഭുതമായി പോയി. അദ്ദേഹം ഉടനെ സ്വാമിജിയുടെ കാൽക്കൽ വീണു പറയുകയാണ്, ഇതെന്തൊരു മാജിക്കാണ്, എന്ത് ടെക്നിക്കാണ് അങ്ങ് ഇങ്ങനെ വായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ സ്വാമിജി പറയും, ഇതാണ് ശ്രദ്ധയുടെ ടെക്നിക്ക്. ദിവസവും ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യമല്ലാതെ മറ്റൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കുന്ന ശ്രദ്ധയിൽ നിങ്ങളൊരു കാര്യത്തിൽ മുഴുകുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ളതായിരിക്കുന്ന ടെക്നിക്കാണ് മെഡിറ്റേഷൻ. ദിവസവും മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ഏകാഗ്രതയുടെ ശക്തി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വായിച്ചു തീർക്കാനും നിങ്ങളുടെ അറിവിൻ്റെ ലോകത്തെ എത്ര വേണമെങ്കിലും വിശാലമായിട്ട് വളർത്താനും സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പബ്ലിക് സ്പീക്കിങ്ങും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുമാണ്. നിങ്ങളൊരു കാര്യം മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ടായിരിക്കണം, അഥവാ അത് നമ്മുടെ മനസ്സിലും ചിത്തത്തിലും നിറച്ചിട്ടുണ്ടായിരിക്കണം. മനസ്സും ചിത്തവും എന്തുകൊണ്ട് അടുത്ത് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർമ്മിക്കും ജാനകി ദാദിയുടെ വാക്കുകൾ. ദാദി പറയും, ചിത്തത്തിലാണ് നിങ്ങൾക്ക് പരിവർത്തനം വരേണ്ടത്, ബോധ ഉപബോധ മനസ്സുകൾ എന്നർത്ഥം. ഒരു കാര്യത്തെ അത് സത്യമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിയണമെങ്കിൽ അത്രയും തവണ അത് നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് വാരൻ ബഫറ്റ് അദ്ദേഹം തൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ ആളുകൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ വിധം പറയാൻ വേണ്ടി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഡെയിൽ കാർണിയുടെ പല വർക്ക്ഷോപ്സിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റീവ് ജോബ് തൻ്റെ ഒരു സ്പീച്ച് നടത്തുന്നേക്കാൾ മുന്നേ 70 തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഹൃദിസ്ഥമാക്കി പൂർണ്ണമായിട്ട് അതായി തീർന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു എന്ന്. ഇങ്ങനെ തൻ്റെ കാര്യത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആദ്യം അതിനെ ഹൃദിസ്ഥമാക്കി സ്വന്തമാക്കി എന്നിട്ട് മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഹാർട്ടിൽ നിന്ന് ഹാർട്ടിലേക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ പറയുന്ന കാര്യം എന്തെന്ന് അവർക്ക് ഉൾക്കൊള്ളാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അവർക്ക് സാധിക്കും. നാലാമത്തെ കാര്യം നല്ലൊരു ലീഡർഷിപ്പായി മാറുക എന്നുള്ളത് തന്നെയാണ്. ഒരു ലീഡർക്ക് മാത്രമാണ് മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മൾ നടന്നുകൊണ്ട് നമ്മുടെ പിന്നിലൂടെ മറ്റുള്ളവരെ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ലീഡർക്കേ സാധിക്കുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല എക്സ്പേർട്ടായിട്ടുള്ള വീഡിയോ ഗെയിമിൽ എല്ലാ ദിവസവും ഫ്ലൈറ്റ് പറത്തി സക്സസ്ഫുള്ളായിട്ട് വാങ്ങുന്ന ഒരാളും ഉണ്ട്, മറ്റൊരാൾ 10 വർഷമായിട്ട് ആക്ച്വൽ ഫ്ലൈറ്റ് പറത്തുന്ന ഒരാളും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡൽഹിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ ഫ്ലൈറ്റ് കയറാനാണ് ഇഷ്ടപ്പെടുക? എന്നും വീഡിയോ ഗെയിമിലൂടെ ഫ്ലൈറ്റ് പറത്തി മാർക്ക് വാങ്ങുന്ന ഒരാളുടെ കൂടെ ഒരിക്കലും കയറില്ല. അഥവാ കയറിയാൽ അവർ ഡൽഹിക്ക് പകരം നേരെ നമ്മൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉറപ്പാണ്. ആരാണോ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് ആയിരിക്കുന്ന ആൾ അവരുടെ കൂടെ പോവാൻ, ഈവൻ ദോ ഈ വീഡിയോ ഗെയിം കളിച്ച ആൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിലും ഒട്ടും അറിയാത്ത ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാപ്റ്റൻ മാത്രമാണ് മറ്റാളെങ്കിലും ദിവസവും പറത്തി അനുഭവിയായിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ആളുടെ കൂടെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുക. കാരണം നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ നല്ല ലീഡറാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത കല നമുക്ക് എന്ത് കാര്യമാണോ ഞാൻ തിരഞ്ഞെടുത്ത ഫീൽഡ് ആ ഫീൽഡിൽ നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറുക എന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ ജോലിയായിട്ട് ഒരു ക്ലർക്കായിട്ട് കയറി അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ പ്രൊമോഷന് വേണ്ടതായിട്ടുള്ള കോഴ്സ് അറിഞ്ഞു, അത് പഠിച്ചു, അങ്ങനെ വളർന്ന് 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 ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്ന ആളുകളെ വരെ നമുക്ക് കാണാം. നമ്മൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു, ബിസിനസ് ആണെങ്കിൽ അത്, മറ്റേതെങ്കിലും പ്രൊഫഷണൽ സ്കിൽസ് ആണെങ്കിൽ അത്, നമ്മൾ എനിക്ക് വേണ്ടി എന്ന് തിരഞ്ഞെടുത്ത ആ ടാലൻറ്റ്, ആ കല എന്താണോ, ആ കഴിവ് എന്താണോ, എൻ്റെ പ്രൊഫഷണൽ എന്താണോ അതിൻ്റെ അതേ ഫീൽഡിൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം പഠിക്കണം, അറിയാവുന്നതിൻ്റെ മാക്സിമം നോളജ് നേടണം. ആ അറിവിൻ്റെ ആധാരത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പ്രൊഫഷണൽ ലൈഫിലൂടെ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് എക്സ്പെർട്ട് ആയിക്കൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.